ഹായ് ഫ്രണ്ട്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗ്യാഫ് ടോക്സ്. നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്തു തരുന്നത് നമ്മൾ പലപ്പോഴും നമ്മളെ വാട്സപ്പ് നമ്പർ നമ്മുടെ വാട്സപ്പ് ബ്ലോക്കായി പോകാൻ ചാൻസ് ഉണ്ട്. പലപ്പോഴും എന്ന് പറയാൻ കാരണം അത് ആ രീതിയിൽ അത് ആക്ടിവിറ്റീസ് ആ രീതിയിലായതുകൊണ്ടാണ്. മീൻസ് ഇപ്പം നമുക്ക് നമ്മൾ ചില ഇപ്പോൾ ഗൂഗിളിലൊക്കെ കയറി കഴിഞ്ഞാൽ ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പിൻ്റെയും വാട്സപ്പ് ഇതിൻ്റെയൊക്കെ ലിങ്ക് നമുക്ക് കിട്ടാറുണ്ട്. അപ്പോൾ ഈ ലിങ്കിലൊക്കെ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യും, അവിടെ ഗ്രൂപ്പിലും കാര്യങ്ങളൊക്കെ ജോയിൻ ചെയ്ത് അപ്പം എന്ത് ചെയ്യും, ചിലപ്പം അവിടെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് തന്നെ നമ്മളുടെ വാട്സപ്പ് ബാൻ ആവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഈ വാട്സപ്പ് ബാൻ ആവാനുള്ള റീസൺസാണ് ഞാൻ ഇപ്പോൾ പറയുന്നത്. അത് കറക്റ്റ് മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് ആ ഒരു രീതിയിലൊന്നും നിങ്ങൾ എന്ത് ചെയ്യരുത്, നിങ്ങളെ വാട്സപ്പ് യൂസ് ചെയ്യാൻ പാടില്ല. പിന്നെ നിങ്ങളുടെ GB വാട്സപ്പ് അങ്ങനെ തുടങ്ങി ഒരുപാട് വാട്സപ്പുകളുണ്ട്. ഓക്കെ, ആ ഗൂഗിളിൽ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്നതായിരിക്കും ഇതുപോലുള്ള വാട്സപ്പുകൾ. സോ ഈ GB വാട്സപ്പിൻ്റെ ഒക്കെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ ഇപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വ്യക്തി മെസ്സേജ് അയച്ചു, എന്നിട്ട് ആ ഒരു വ്യക്തി ആ ഒരു മെസ്സേജ് ഡിലീറ്റ് ആക്കിയാൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ വാട്സപ്പിൽ അത് കാണാൻ പറ്റും. ഓക്കെ, ഈ വാട്സപ്പുകളെല്ലാം ഈ GB വാട്സപ്പ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് വാട്സപ്പുകളുണ്ട്. സോ ഇതിൻ്റെയൊക്കെ സെർവർ ഒരു വ്യക്തിയുടെ അടുത്താണ്. മീൻസ് ഒരു വ്യക്തിയുടെ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ പുതുതായിട്ട് വരുന്ന ഓരോ വ്യക്തികൾ ക്രിയേറ്റ് ചെയ്ത് വരുന്ന, അപ്പോൾ നമ്മുടെ ഡാറ്റകളൊക്കെ പോകുന്നത് നമ്മൾ വാട്സപ്പ് മെസ്സേജ് ചെയ്യുന്നൊക്കെ ആ ഒരു വ്യക്തിക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ മെയിലി ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നുള്ള ഒഫീഷ്യലായ വാട്സപ്പ് തന്നെ യൂസ് ചെയ്യാൻ പരമാവധി സൂക്ഷിക്കുക. ഓക്കെ, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പണി കിട്ടും. അതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പം ഇനിയിപ്പോൾ നമ്മളെ വാട്സപ്പ് ബാൻ ആയിട്ടുള്ള നമ്പറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നമുക്കതെങ്ങനെ റീകവർ ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. പിന്നെ വീഡിയോക്ക് ജസ്റ്റ് ഒന്ന് ലൈക്കും കൂടിയും ചെയ്ത് വെച്ചോളൂ. കാരണം നമ്മൾ ഇതുപോലുള്ള യൂസ്ഫുൾ ആവുന്ന ഇൻഫോർമേറ്റീവ് ചെയ്യുന്ന വീഡിയോസ് മാത്രമാണ് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പോൾ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഗൈസ്, നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുള്ള മോഡായിട്ടുള്ള ഒരുപാട് വാട്സപ്പുകളുണ്ട്. GB വാട്സപ്പ് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള വാട്സപ്പുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ അതെല്ലാം ക്ലിയർ ഡാറ്റ ചെയ്തതിന് ശേഷം, എന്ന് വെച്ചാൽ നിങ്ങൾ ഏതാണ് ആ ആപ്ലിക്കേഷൻ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ആപ്പ് ഇൻഫോ കാണാൻ സാധിക്കും. ജസ്റ്റ് നിങ്ങൾ അതിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ഇവിടെയായിട്ട് സ്റ്റോറേജ് ആൻഡ് ക്യാച്ച് എന്ന് കാണാൻ സാധിക്കും. സോ നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലിയർ സ്റ്റോറേജ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ വാട്സപ്പ് എന്ത് ചെയ്യുക, ക്ലിയർ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ആ വാട്സപ്പുകളെല്ലാം അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുക. ഓക്കെ, ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, പ്ലേ സ്റ്റോർ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ ഒഫീഷ്യലായിട്ടുള്ള വാട്സപ്പ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സോ നിങ്ങൾ ആ ഒരു വാട്സപ്പ് ഇവിടെ നിന്ന് ഇൻസ്റ്റാൾ ചെയ്തെടുക്കുക. സോ ഇൻസ്റ്റാൾ ചെയ്തവരാണെങ്കിൽ അപ്ഡേറ്റ് എന്ന് കാണാൻ സാധിക്കും. ജസ്റ്റ് നിങ്ങൾ അതിൽ നിന്ന് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഒരു ആപ്ലിക്കേഷൻ അപ്ഡേറ്റും കൂടി ചെയ്ത് വെച്ചേക്കുക. ഓക്കെ, പിന്നീട് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ആദ്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു പിക്ചറിലെ ജസ്റ്റ് ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കണം. ഓക്കെ, അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു വാട്സപ്പ് അക്കൗണ്ട് യൂസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഇതുപോലെ ഒരു പിക്ചർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങളുടെ ബാൻ ചെയ്ത മൊബൈൽ നമ്പർ ആണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ഓക്കെ, വാട്സപ്പ് ആപ്ലിക്കേഷൻ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പുതുതായിട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് അഗ്രി ആൻഡ് കണ്ടിന്യൂ എന്ന് കാണാൻ സാധിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യാനുള്ള ഒരു പേജിലോട്ട് വരുന്നതായിരിക്കും. സോ അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്തിട്ട് നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പം നിങ്ങളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് നെക്സ്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ തന്നെ ആയിരിക്കും കാണാൻ സാധിക്കുക. നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും നിങ്ങളുടെ മൊബൈൽ നമ്പർ വെച്ച് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റാത്തൊരു ഓപ്ഷൻ ആയിരിക്കും ബാനായ നമ്പർ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് മുകളിലായിട്ട് ഒരു 3 ഡോട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, 3 ഡോട്ട്. സോ നിങ്ങൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഓക്കെ, ഈ ഒരു 3 ഡോട്ടിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഹെൽപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ശേഷം ഇതുപോലെ ചെറിയൊരു ലോഡിങ് വരും, വർക്കിംഗ് എന്ന് പറഞ്ഞിട്ട്. അതിനുശേഷം നിങ്ങൾക്ക് പ്രോബ്ലം ഡിറ്റക്റ്റഡ് എന്ന് പറഞ്ഞിട്ട് ഒരു
ചെറിയൊരു ഇൻസ്ട്രക്ഷൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് താഴത്തായിട്ട് ദിസ് ഡസൻ ആൻസർ മൈ ക്വസ്റ്റ്യൻസ് എന്ന് കാണാൻ സാധിക്കും. അതിലാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നമ്മളുടെ പ്രോബ്ലം ഡിസ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മൾ എടുത്തു വെച്ചുള്ള സ്ക്രീൻഷോട്ടുകളില്ല, അത് നിങ്ങൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ള ഒരു പേജാണ് വരുന്നത്. ഓക്കെ, അപ്പം ഇവിടെ നിങ്ങൾ ഡിസ്ക്രൈബ് യുവർ പ്രോബ്ലം എന്ന ഭാഗത്ത് നിങ്ങൾ എന്താണ് എൻ്റർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് സെക്ഷനിലും ഞാനത് കമൻറ്റ് സെക്ഷനിൽ പിന്നെ ഇത് വെക്കുന്നുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. അതുപോലെ നോക്കി ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ആഡ് സ്ക്രീൻഷോട്ട് എന്ന ഭാഗത്ത് നിങ്ങൾക്കൊരു പ്ലസ് ഐക്കൺ കാണാൻ സാധിക്കും. നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു പ്ലസ് ഐക്കണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഗാലറി ചോദിക്കുന്നുണ്ട്, ആ ഒരു ഗാലറി ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ നിങ്ങൾക്ക് ഗാലറിയിലേക്ക് പോകുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഗാലറി ഓപ്പണായി വരുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾ സ്ക്രീൻഷോട്ടില്ല, നിങ്ങൾ എടുത്ത് വെച്ച സ്ക്രീൻഷോട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങൾ ആഡ് ചെയ്ത ഇമേജ് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ 3 പ്ലസ് ബട്ടൺ ഉണ്ട്. സോ നിങ്ങൾ അതിൽ നിന്ന് കൊടുക്കേണ്ട, നിങ്ങൾക്ക് ഒരു സ്ക്രീൻഷോട്ട് ഉള്ളതെന്നുണ്ടെങ്കിൽ ആ ഒരു സ്ക്രീൻഷോട്ട് മാത്രം നിങ്ങളോട് ആഡ് ചെയ്താൽ മതി. അതിനുശേഷം നിങ്ങൾക്ക് താഴത്തായിട്ട് ഒരു നെക്സ്റ്റ് ബട്ടൺ കാണാൻ സാധിക്കും. നിങ്ങൾ എന്ത് ചെയ്യുക, നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചെക്കിംഗ് ഹെൽപ്പ് സെൻറ്റർ എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു ലോഡിങ് വരുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് ഇതുപോലെ സെർച്ച് ഹെൽപ്പ് സെൻറ്റർ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് ദിസ് ഡസൻ ആൻസർ മൈ ക്വസ്റ്റ്യൻ താഴത്തായിട്ട് കാണാൻ സാധിക്കും. എന്ത് ചെയ്യുക, ജസ്റ്റ് നിങ്ങൾ അതിൽ നിന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് നേരെ നിങ്ങൾ അവരുടെ വാട്സപ്പിൻ്റെ ഒഫീഷ്യൽ ഒരു കസ്റ്റമർ സപ്പോർട്ട് കിട്ടുന്ന ഒരു ഇമെയിലിലേക്കായിരിക്കും നമ്മളെ ആപ്ലിക്കേഷൻ റീഡയറക്റ്റ് ആകുന്നതായിരിക്കും. നമ്മളെ മൊബൈലിൽ നിന്ന് ഈ വാട്സപ്പിൽ നിന്ന് എന്ത് ചെയ്യും, ഇമെയിൽ ആപ്ലിക്കേഷൻ ജിമെയിൽ എന്ന് പറയുന്ന ആപ്ലിക്കേഷനിലോട്ട് ഓട്ടോമാറ്റിക്കലി റീഡയർ ആവുന്നതായിരിക്കും. സോ ഇവിടെ ഓട്ടോമാറ്റിക്കലി ഫ്രമും ടൂവും സബ്ജക്റ്റും കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കലി അവിടെ വന്നിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് ചെയ്യേണ്ട ഒരു പണി എന്ന് പറഞ്ഞാൽ ഇതുപോലെ ആയിരിക്കും കാണാൻ സാധിക്കുക. ഓക്കെ, നമ്മളവിടെ എൻ്റർ ചെയ്തിട്ടുള്ള ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് തന്നെ കാണാൻ സാധിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് മുകളിലായിട്ട് നിങ്ങൾക്ക് ഒരു സെൻഡിൻ്റെ ഒരു ഐക്കൺ കാണാൻ സാധിക്കും. ആ ഒരു ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ വാട്സപ്പിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, അവരുടെ ഒഫീഷ്യൽ വാട്സപ്പിലേക്ക് കസ്റ്റമർ സപ്പോർട്ട് ലഭിക്കുന്ന വാട്സപ്പിലേക്ക് നമ്മളൊരു മെയിൽ അയച്ചു കഴിഞ്ഞു. സോ ഇനി നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു 24 hours വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ റിപ്ലൈ വരുന്നതായിരിക്കും. സോ ഞാൻ പറയുന്ന കാരണം എന്താ വെച്ചാൽ ഇത് ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങളുടെ ചെറിയ എന്തെങ്കിലും ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 24 മണിക്കൂറിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് റീക്കറായി കിട്ടുന്നതായിരിക്കും. പക്ഷേ അല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു 7 ദിവസം പിടിക്കും. മാക്സിമം പോയാൽ ഒരു 14 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ഈ ബാനായിട്ടുള്ള വാട്സപ്പ് നമ്പർ നിങ്ങൾക്ക് റീക്കവറായിട്ട് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. സോ ഓക്കെ, അപ്പം നിങ്ങൾ 24 മണിക്കൂർ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട സെക്കൻഡ് ഓപ്ഷൻ ഞാൻ പറഞ്ഞു തരാം. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്തിട്ട് നെക്സ്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, 24 മണിക്കൂർ കഴിഞ്ഞിട്ട് നിങ്ങളിത് ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷനാണ് കാണിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബാന് ഒഴിവായിട്ടില്ല, റിമൂവ് ആയിട്ടില്ല. സോ ഓക്കെ, അപ്പം ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ടേംസ് ഓഫ് സർവീസ് എന്ന് കാണാൻ സാധിക്കും. നിങ്ങൾ എന്ത് ചെയ്യുക, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത് ആദ്യത്തെ സ്റ്റെപ്പ് ചെയ്തിട്ടും റെഡി ആവാത്ത ആളുകൾക്കുള്ള സെക്കൻഡ് സ്റ്റെപ്പാണെന്ന് മനസ്സിലാക്കുക, എന്നിട്ട് ചെയ്യുക. ഓക്കെ, ടേംസ് ഓഫ് സർവീസ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവരുടെ ഒരു ടേംസ് ഓഫ് സർവീസിൻ്റെ ഒരു പേരിലോട്ട് വരുന്നതായിരിക്കും. ഇവിടെ മുകളിലായിട്ട് അതായത് ഇടതുവശത്ത് മുകളിലായിട്ട് ഒരു 3 ലൈൻ കാണാൻ സാധിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് ഹെൽപ്പ് സെൻറ്റർ എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഹോമോ ഫീച്ചേഴ്സ് പ്രൈവസി ഹെൽപ്പ് സെൻറ്റർ. ഈ ഹെൽപ്പ് സെൻറ്റർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് താഴത്തോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ പോപ്പുലർ ആർട്ടിക്കിൾസ് എന്ന് അതിൻ്റെ താഴത്തായിട്ട് ഒരു 5-6 ഓപ്ഷൻസ് കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് അബൌട്ട് ടെമ്പററിലി ബാനഡ് അക്കൗണ്ട് കാണാൻ സാധിക്കും. സോ നമുക്ക് സെലക്ട് ചെയ്യേണ്ട ഓപ്ഷന് ഈ ഒരു 3ാമത്തെ ഓപ്ഷനാണ് കേട്ടോ. ഓക്കെ, അപ്പം അബൌട്ട് ടെമ്പററിലി ബാനഡ് അക്കൗണ്ട് അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പേരിലോട്ട് വരുന്നതായിരിക്കും. സോ എന്ത് ചെയ്യുക, താഴത്തോട്ട് സ്ക്രോൾ ചെയ്ത് കൊടുക്കുക. സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ റിസോഴ്സ് എന്നതിൻ്റെ താഴത്തായിട്ട് ഡസ് ദിസ് ആൻസർ യുവർ ക്വസ്റ്റ്യൻസ് കാണാൻ സാധിക്കും. യെസ് ഉണ്ട്, നോ ഉണ്ട്. ഇവിടെ നിങ്ങൾ നോ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വാട്ട് വെൻ വ്രോങ് എന്ന് കാണാൻ സാധിക്കും. ഇവിടെ 3 ഓപ്ഷൻസ് ഉണ്ട്. ദ ഇൻഫർമേഷൻ ഈസ് കൺഫ്യൂസിങ്, ദ സൊല്യൂഷൻ ഡസൻ വർക്ക്, ഐ ഡോണ്ട് ലൈക്ക് ദ പ്രൊഡക്റ്റ് ഓഫ് ഓർ പോളിസി എന്ന് കാണാൻ സാധിക്കും. ഇങ്ങനെ അതിൽ 2ാമത്തെ ഓപ്ഷൻ കാണാൻ സാധിക്കും, ദ സൊല്യൂഷൻ ഡസൻ വർക്ക്. സോ അത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ താഴത്തായിട്ടൊരു ബോക്സ് ഓപ്പൺ ആയി വരുന്നുണ്ട്. ക്യാൻ യു സേ മോർ എന്ന് പറഞ്ഞിട്ടുള്ള താഴത്തായിട്ടൊരു ഓപ്ഷണൽ എന്ന് പറഞ്ഞിട്ടൊരു ബോക്സ് ഓപ്പൺ ആയി വരുന്നുണ്ട്. ഈ ഒരു ബോക്സിൽ നിങ്ങൾ എൻ്റർ ചെയ്യേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ താഴത്തായിട്ടുള്ള ഒരു
രീതിയിൽ ഞാൻ ടെക്സ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ കമൻറ്റ് സെക്ഷനിൽ ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ഇങ്ങനെ ആയിരിക്കും ഫസ്റ്റ് ബോക്സ് ടൈപ്പിംഗ് അതുപോലെ തന്നെ സെക്കൻഡ് ബോക്സ് ടൈപ്പിംഗ് എന്ന് പറഞ്ഞിട്ട് 2 ഓപ്ഷൻ ഹെഡിങ് വെച്ചിട്ടായിരിക്കും ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ അത് നോക്കിയിട്ട് കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് എന്നുള്ള ബട്ടൺ കാണാൻ സാധിക്കും, നിങ്ങളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. അപ്പം എനിക്ക് പറയാനുള്ളത് വെച്ചാൽ ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്ന നിങ്ങളിവിടെ കൊടുക്കേണ്ട ഒരു ടെക്സ്റ്റ് ഉണ്ടല്ലോ, അവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പറാണ്. ഞാനവിടെ ഒരു ഡെമോ ആയിട്ട് ഒരു നമ്പർ ആയിരിക്കും കൊടുക്കുന്നത്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് ആ ഒരു ഭാഗത്ത് നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കണം, നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയും കൊടുക്കണം. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ മസ്റ്റായിട്ട് ശ്രദ്ധിക്കുക. അതിനുശേഷം ഇവിടെ കാണുന്ന സബ്മിറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ താങ്ക്സ് യുവർ ഫീഡ്ബാക്ക് ഹെൽപ്സ് ഇംപ്രൂവ് ദീസ് ആൻസർ ഫോർ എവ്രി വൺ എന്ന് കാണാൻ സാധിക്കും. ഇതുപോലെ നമുക്ക് ഈ ഒരു ഫീഡ്ബാക്ക് നമുക്ക് ഒരു ഹെൽപ്പ് സപ്പോർട്ട് ലഭിക്കാൻ വേണ്ടിയുള്ള ഒരു ഫീഡ്ബാക്ക് നമ്മൾ അയച്ചു കഴിഞ്ഞിട്ടുണ്ട്. സോ എന്തായാലും നിങ്ങൾക്ക് 24 ഹവേഴ്സിനുള്ളിൽ തന്നെ ഇത് റിക്കവറായി കിട്ടുന്നതായിരിക്കും. പിന്നെ കുറച്ചൊക്കെ ഒരു ഇഷ്യൂസ് ഉള്ള വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ബാൻ ആവാനുള്ള എന്തെങ്കിലും കാരണങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് 7 ദിവസം പിടിക്കും. മാക്സിമം നിങ്ങൾക്ക് 7 ദിവസത്തിനുള്ളിൽ തന്നെ പൊതുവെ എല്ലാവർക്കും റിക്കവറായി കിട്ടാറുണ്ട്. ഇനി മാക്സിമം പോവുകയാണെങ്കിൽ 14 ദിവസത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റിക്കവറായിട്ട് ലഭിക്കുന്നതായിരിക്കും നിങ്ങളുടെ ഈ ഒരു വാട്സപ്പ് അക്കൗണ്ട്. അപ്പം ഇത് അറിയാത്ത നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ തുടർന്നുള്ള ഇതിലുള്ള യൂസ്ഫുൾ ആവുന്ന ഇൻഫോർമേറ്റീവ് വീഡിയോസ് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റയിൽ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമുക്ക് അടുത്ത ഒരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.